പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെൽക്കം ടു ദ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ്. ഇന്ന് നമ്മൾ എടുക്കുന്ന പാഠം 44-ാമത്തെ പാഠമാണ്. അതായത് യോവേൽ പ്രവാചകൻ്റെ പുസ്തകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ ജോയൽ, ബുക്ക് ഓഫ് ജോയൽ എന്ന് പറയും. അപ്പോൾ കേവലം 3 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രവചന പുസ്തകമാണ് ഈ യോവേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് യോവേലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമ്മൾക്ക് എന്തറിയാം, ഈ പ്രവാചകനെ പറ്റി ഈ വേദപുസ്തകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇസ്രായേലിനോട് അന്നത്തെ സമയത്തുള്ള ദൂത് എന്താണ് ഈ പുസ്തകത്തിൽ എന്നുള്ളതാണ്. ഓരോ സമയത്തും ഇസ്രായേലിനോട് ഉള്ളതായ ദൂതാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നത്. എന്നാൽ പിന്നീട് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്നതായ നമ്മോട് ഈ പുസ്തകത്തിൽ നിന്നും എന്ത് ദൂതാണ് പരിശുദ്ധാത്മാവിന് നൽകുവാനായിട്ടുള്ളത്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 3 തലങ്ങളാണ് ഉള്ളത്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ അവരോട് സംസാരിക്കുന്നതായ ഒരു ദൂതുണ്ട്. ഇന്ന് ജീവിക്കുന്നതായ ഈ തലമുറയോടും ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രവചന ശബ്ദമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മുഴങ്ങി വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, നിത്യസത്യമായിട്ട് സംഭവിപ്പാനിരിക്കുന്നതായ ഭാവിയിൽ നടക്കുവാനിരിക്കുന്നതായ കാര്യവും ഈ പ്രവചന പുസ്തകത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇസ്രായേലിനെയും യഹൂദയെയും ദൈവം ന്യായം വിധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്തിനാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ന്യായാധിപതിയായ ഒരു ദൈവം ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ. അതാണ് ക്രൂശിൽ കാണുന്നതായ കാര്യവും അതാണ് ന്യായവും നീതിയും കൂടെ ഒത്തൊരുമിച്ച് ചേരുന്നതായ ഒരു സ്ഥലമാണ് കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുറകാലെ നമ്മൾ വീണ്ടും പഠിക്കുകയും ചെയ്യുന്നതാണ്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ലീഡേഴ്സിന് ദൈവം കുറച്ച് നാളത്തേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി നൽകിയിരുന്നു. അവരുടെ ശുശ്രൂഷ കഴിയുമ്പോൾ അത് നിന്നു പോകും. പിന്നെ മറ്റൊരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ആരെയെങ്കിലും എഴുന്നേൽപ്പിച്ച് അവരെ ആത്മനിറവുള്ളവരാക്കി തീർത്ത് ആത്മശക്തിയോടുകൂടെ അവരെ അഭിഷേകം ചെയ്ത് ആ പ്രവൃത്തി നിവർത്തിച്ചെടുക്കുവാൻ വേണ്ടി കർത്താവ് പഴയ നിയമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ നീണ്ടു നിൽക്കുന്നതായ ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. ഇവിടെ ഈ യോവേലിൻ്റെ പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഭാഗം വായിച്ചുകൊണ്ട് പഠിക്കുന്നതായിരിക്കും. അത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതുമായ പ്രവചന ഭാഗങ്ങളാണ് അത്. മൂന്നാമതായിട്ട് ഇസ്രായേലിനെതിരായുള്ളതായ രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നു. അതെന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ്, ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായിട്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതായ വിഷയമാണ്. ഇങ്ങനെയൊക്കെയും വളരെ വേദനാജനകമായ പ്രശ്നത്തിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടിയും ഇസ്രായേൽ കടന്നുപോയെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിപാടിയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനിടയിലാണ് ജാതികളായിരുന്ന നമ്മെ അതിലേക്ക് ദൈവകൃപയിലേക്കും ദൈവസഭയിലേക്കും ചേർത്തത് എന്നുള്ളതായ കാര്യവും നമ്മൾ തുടർന്ന് മനസ്സിലാക്കണം. യോവേൽ പ്രവാചകനെക്കുറിച്ച് എന്താണ് നമ്മൾക്ക് ഈ പുസ്തകം അറിവ് നൽകുന്നത് എന്ന് നോക്കുമ്പോൾ മറ്റ് പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ പല
അറിവുകളും അവരുടെ കുടുംബത്തെപ്പറ്റിയും അവരുടെ രാജവംശങ്ങളിൽ ജനിച്ചവരാണെന്നും അതുപോലെ തന്നെ പുരോഹിത വംശത്തിൽ ജനിച്ചവരാണെന്നും ഒക്കെയുള്ളതായ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നൽകുമ്പോൾ ഇവിടെ യോവേൽ പ്രവാചകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വാചകം മാത്രമാണ് അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, പെതുവേലിൻ്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. ഇത്രയും മാത്രമേ ഈ പുസ്തകത്തിൽ ഈ യോവേൽ പ്രവാചകനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ പ്രവാസത്തിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത സമയങ്ങളിലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, വിഷയങ്ങൾ നോക്കുമ്പോൾ, അങ്ങനെ ഇസ്രയേലിനെ വളരെയധികമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ കാണുന്നില്ല. എന്നാൽ അവരുടെ മദ്യപാനത്തിൽ നിന്നും അവരെ കറക്റ്റ് ചെയ്തിട്ട് അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം എന്ന് പറയുന്നതായ ഒരു പ്രവാചകനായിട്ടാണ് ഇവിടെ യോവേൽ പ്രവാചകനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവവചനം വിളിച്ചു പറയുന്നതായ ഒരു ആളിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ആളിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും പ്രസംഗിക്കുവാൻ വരുന്നവരെ വളരെ ഉയർത്തി കാണിച്ചിട്ട് അവർക്ക് സകല മാനവും മഹത്വവും കൊടുക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളെയാണ് ഇന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരിഭവം ഉണ്ടാകുന്ന അവസ്ഥകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സകല മാനവും മഹത്വവും നമ്മളെ ഉണ്ടാക്കിയവനും സൃഷ്ടിച്ചവനും നമ്മളെ നടത്തുന്നവനും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. പലപ്പോഴും മാനവും മഹത്വവും മനുഷ്യരെടുക്കുമ്പോൾ അവിടെയാണ് അവരുടെ വീഴ്ച തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ കർത്താവിന് സകല മാനവും മഹത്വവും കൊടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. ഇവിടെ ഒരു ചെറിയ പ്രവാചകനായിട്ട് അധികം ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ ഈ യോവേൽ പ്രവാചകനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നു. അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു മെസ്സഞ്ചർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യമല്ല, എന്നാൽ വാട്ട് ഈസ് എ മെസ്സേജ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യം. ഇതിലുള്ളതായ മെസ്സേജ് ഈ പ്രവാചകൻ നമ്മൾക്ക് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ തന്നിരിക്കുന്ന ഈ മെസ്സേജ് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക, നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കുക. അത് അങ്ങനെ മുൻപോട്ട് പോകുന്നു എങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഈ പ്രവാചകൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് 2-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ ലീഡേഴ്സാണ്. അപ്പോൾ അവരോടാണ് ഈ കാര്യം പ്രധാനമായിട്ട് പറയുന്നത്. കാരണം ഓരോ സമൂഹത്തിലും ലീഡേഴ്സ് വളരെ പ്രധാനപ്പെട്ടതായ പങ്ക് വഹിക്കുന്നുണ്ട്. മുമ്പിൽ പോകുന്നതായ ഒരു ലീഡർ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ആളാണെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്ത് മുൻപോട്ട് പോകുവാൻ പുറകെ വരുന്ന ഫോളോവേഴ്സിന് സാധ്യമാകുകയില്ല. എന്നാൽ മുമ്പിൽ പോകുന്ന ആളിൻ്റെ സ്പീഡനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ദർശനമനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നതായ ഫോളോവേഴ്സും അവരെ പിന്തുടരുന്നത് എന്ന് നമ്മൾക്ക് ഈ ലോകത്തിലെ പല പ്രസ്ഥാനങ്ങളും കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ലീഡേഴ്സിനോട് ദൈവത്തിൻ്റെ വചനം ഈ യോവേൽ പ്രവാചകൻ അറിയിക്കുന്നത്. പ്രൈസ് ഗോഡ്. മോശയുടെ ചരിത്രം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും.
സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, ഈ പ്രവൃത്തികൾ കാണുന്നതിന് മുമ്പായിട്ട്, ജനങ്ങൾ ഇതിൽ അനുഭവിച്ചുകൊണ്ട് അത് കാണുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുവാൻ പോകുന്നതും എന്താണ് നടക്കുവാൻ പോകുന്നതെന്നും ദൈവത്തിൽ നിന്നും ആ കാഴ്ച അല്ലെങ്കിൽ ആ ദർശനം പ്രാപിച്ചുകൊണ്ട് പോകുന്നതായ ലീഡർക്കാണ് ജനങ്ങളെ നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു ലീഡറായിരുന്നു മോശ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴികളെ മോശയെ അറിയിച്ചു. എന്നിട്ട് അവനിൽ കൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതായ ആ കാര്യങ്ങളൊക്കെ പിന്നീട് സെക്കൻഡ് സ്റ്റേജിലാണ് ജനങ്ങൾ അവനിൽ കൂടെ കാണുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സമൂഹത്തിലും നമ്മളുടെ ലീഡർ എന്ത് വിശ്വസിക്കുന്നു, എങ്ങനെ പോകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എങ്ങനെ ഏറ്റെടുക്കുന്നു, അതിനുവേണ്ടി എങ്ങനെ ജനങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സത്യവചനം അതുപോലെ ഫോളോ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ലീഡറിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ദൈവവചനം മാറ്റിക്കളയോ മറിച്ചുകളയോ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പാണ് എങ്കിൽ പുറകെ ഫോളോ ചെയ്യുന്ന ജനങ്ങൾക്കും അതേ രീതിയിൽ തന്നെ പോകേണ്ടി വരും. ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധ്യമാകുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവവചനം മാറ്റിവെച്ചിട്ട് സൊസൈറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് നിർമ്മിച്ചുകൊണ്ട് ഒരു ഒഴുക്കം മട്ടിൽ മുൻപോട്ട് പോകുന്നതായ ഈ തലമുറകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ ലീഡർഷിപ്പ് എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നും ആലോചന പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം മുൻപോട്ട് പോകുന്ന ലീഡേഴ്സിനെ ദൈവം നമുക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ ആ ലീഡേഴ്സിനെ വിളിച്ചതിന് ശേഷമായിട്ട് തങ്ങളോട് കൂടെയുള്ളതായ സകല നിവാസികളെയും, ദേശത്തിലെ സകല നിവാസികൾ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് പറയുകയാണ്, ചെവിക്കൊള്ളുവേൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം. എന്നിട്ട് തുടർന്ന് ചില കാര്യങ്ങളൊക്കെ, അനിഷ്ട സംഭവങ്ങളൊക്കെ ദേശത്ത് നടക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായ ഒരു സത്യമെന്ന് പറയുന്നത്, ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോക സംഭവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെയും 2-3 താരതമ്യപ്പെടുത്തിട്ട് ദൈവവചനത്തിൻ്റെ അതിലുള്ളതായ ഈ പ്രവചന നിവൃത്തികളൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വേണം വിശ്വാസികൾ മുൻപോട്ട് പോകുവാൻ. യുദ്ധങ്ങൾ കാണുമ്പോൾ, ഈ ഭൂകമ്പങ്ങൾ കാണുമ്പോൾ, അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധികളൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു, എന്തിൻ്റെ അടയാളമാണ്, എന്ത് സംഭവിക്കാനുള്ളതായ കാര്യമാണ് എന്ന് ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതുകൂടെ ചേർത്ത് വെച്ച് പഠിക്കണം എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയണം? തലമുറയോട് പറയണം. നമ്മളുടെ മക്കളോട്, മക്കളുടെ മക്കളോട്, അവരുടെ മക്കളോട് എല്ലാം തന്നെ. ഒരു പക്ഷേ എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കുവാനോ കേൾപ്പിക്കുവാനോ വായിച്ച് കേൾപ്പിക്കുവാനോ സാധ്യമാകുകയില്ല. എന്നാൽ ഓരോരുത്തരും അവരുടെ അടുത്ത ചാർച്ചക്കാരോട്, മക്കളോട്, അവരുടെ മക്കളോട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളതായ സത്യങ്ങളെ മനസ്സിലാക്കുവാനും തമ്മിൽ ആത്മീയമായി ഉത്തേജിപ്പിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും ദൈവവചനത്തിൽ നിലനിൽക്കുവാനും നമ്മൾക്ക് സാധിക്കും എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഇവിടെ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. ഭയങ്കര ഒരു നഷ്ടമാണ് ദേശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഈജിപ്തിൽ ഈ തുള്ളനും ഈച്ചയും വെട്ടുക്കിളിയും ഒക്കെ വന്ന് ദേശത്തെ ധാന്യം എല്ലാം തിന്നുപോയതുപോലെ ഇവിടെ
ഇസ്രായേൽ ദേശത്ത് വലിയൊരു നാശം കയറി വരികയാണ്. ദേശത്ത് ഒരു പ്രകൃതി മൊത്തമായിട്ട് നശിച്ചു പോകുന്നതായ ഒരു അനുഭവമാണ് കാണുന്നത്. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. അതിന് ശേഷമായിട്ട് വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു എന്നാണ് പറയുന്നത്. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കയാൽ മുറയിടുവീൻ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഈ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ചില ഭാഗങ്ങളിൽ ഈ ഉദ്ധരിച്ചുകൊണ്ട് ചിലരൊക്കെ, അല്ലെങ്കിൽ ചില ലീഡേഴ്സ്, അല്ലെങ്കിൽ ഇത് വചനം പ്രസംഗിക്കുന്നവരൊക്കെ പറയും അല്പം മദ്യം കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. എന്നാൽ പല ഭാഗങ്ങളിലും ഈ മദ്യപാനം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന വേദഭാഗങ്ങൾ പലയിടത്തും ഉണ്ട്. ഇവിടെ ഈ യോവേൽ പ്രവാചകൻ നമ്മളെ ഇവിടെ സംസാരിക്കുന്നത് മദ്യപന്മാരെ ഉണർന്ന് കരവീൻ. അവിടെ ഉണ്ടായിരുന്നതായ ആ തലമുറയിൽ ഉണ്ടായിരുന്നതായ മെസ്സേജ് അന്നത്തെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ അത് നിർത്തിയിട്ട് ഉണർന്ന് കരയുന്ന കാലം ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ആ കരച്ചിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ ഈ പ്രകൃതിയുടെ ക്ഷാമം കാണാം. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ അവിടെ ഇവിടങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീപിടുത്തങ്ങൾ, ഇതൊക്കെ പ്രവാചകൻ തൻ്റെ ആ ഹൃദയത്തിൽ ഉള്ളതായ ആ ദർശനത്തിൽ കൂടെ കാണുകയാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് ഉള്ളതായ വലിയ കൊലപാതകങ്ങൾ ഒക്കെ, ശത്രുക്കളൊക്കെ ഓടി മതിൽ ചാടി അകത്തേക്ക് വരുന്നു, കുതിരകളൊക്കെ കയറി വരുന്നു. അതിൻ്റെ ആ സകലവിധമായ ദർശനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ സംഭവിക്കുവാൻ പോകുന്നു, ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ സംഭവിക്കുവാൻ പോകുന്നു, എല്ലാം നഷ്ടത്തിലാക്കി തീരുന്നതായ ഒരു അനുഭവത്തിലേക്ക് വരുന്നു. തുള്ളൻ തിന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇലയാണ് തിന്നുന്നത്. ഒരു വൃക്ഷത്തിൻ്റെയും ചെടിയുടെയൊക്കെ ഇല മുഴുവനായിട്ട് ഈ തുള്ളൻ എന്ന് പറയുന്നതായ ആ ജീവി തിന്ന് തീർത്ത് കളയും. അത് ശേഷിപ്പിക്കുന്നത് എന്താണ്? വെട്ടുക്കിളിയാണ്. വെട്ടുക്കിളി വന്നാൽ ഈ തടിയുടെ സ്കിന്ന് എല്ലാം തിന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്. സ്കിന്ന്, അതിൻ്റെ തൊലി, ചെടികളുടെ തൊലി, മരത്തിൻ്റെ തൊലി, അതെല്ലാം തിന്ന് തീർത്ത് കഴിഞ്ഞാൽ അതങ്ങ് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെട്ടുക്കിളി ശേഷിപ്പിക്കുന്ന എന്താണ്? അത് തടി തിന്ന് തീർക്കും. ശേഷിപ്പിക്കുന്ന വിട്ടിൽ തിന്നും. വിട്ടിൽ ഈ തടി ബാക്കിയുള്ളത് എല്ലാം തിന്ന് അങ്ങ് തീർക്കുകയാണ്. എന്നിട്ട് വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തിൻ്റെ കാതലും തിന്ന് തീർക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദേശത്തുള്ള സകല വൃക്ഷങ്ങളും ചെടികളും സസ്യലതാദികളും എല്ലാം, കൃഷി വർഗങ്ങൾ മൊത്തമായിട്ട് നഷ്ടപ്പെടുന്നതിനാൽ ധാന്യമില്ല, മുന്തിരിയില്ല, അങ്ങനെ യാതൊരുവിധമായ സസ്യങ്ങളും അവിടെ ഇല്ലാത്തതിനാൽ വലിയ ഒരു പട്ടിണിയുടെ അനുഭവം ആണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മദ്യപാന്മാരെ എന്നുള്ളതാണ് എടുത്ത് പറയുന്നതായ ഒരു പാപം നമ്മൾക്ക് ഈ യോവേൽ പ്രവചനൻ്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മറ്റുള്ള പ്രവചനങ്ങളിലൊക്കെ വിഗ്രഹാരാധനയെക്കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ മദ്യപാനം എന്നുള്ളതായ പാപത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം യോവേൽ പ്രവചകം പറയുന്നത്. നിങ്ങൾ ഉണരുക, ഉറങ്ങിക്കിടക്കരുത്, ലക്കും ലഗാനുമില്ലാതെ കിടക്കരുത്, മദ്യപിച്ച് ഉറങ്ങുന്നവരുടെ കൂട്ടത്തിൽ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ കിടക്കരുത്. നിങ്ങൾ എഴുന്നേൽക്കുക, കരയുക, റിപ്പൻറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാക്ക്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിട്ട് ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. പഴയ നിയമത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളതായ ഒരു പ്രവാചകനാണ് ഈ യോവേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്: അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ഒറ്റെടുത്തിരിക്കുന്ന കന്യക പോലെ
വിലപിക്കുക. എന്ന് പറഞ്ഞാൽ കല്യാണം ഉറച്ചു കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമായിട്ട് ഭാര്യയും ഭർത്താവും എന്നുള്ളതായ ഒരു പേരിലാണ് അവരറിയപ്പെടുന്നത്. എന്നാൽ വിവാഹത്തിന് മുമ്പായിട്ട് ഭർത്താവ് മരിച്ചു പോയതായ ഒരു കന്യക എങ്ങനെ വിലപിക്കുന്നുവോ അതുപോലെ വേദനയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിലപിക്കുക, ഉണരുക, കരയുക, മാനസാന്തരപ്പെടുക എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. 1-9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 9-ാമത്തെ വാക്യം, ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. വളരെ നിറഞ്ഞതായ ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുക, ആലയത്തിലേക്ക് പോവുക, ഭോജനയാഗവും പാനീയയാഗവും എല്ലാം തക്ക സമയങ്ങളിൽ അർപ്പിക്കുക, ആ ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ ബഹുമാനം കരയറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ആലയം നശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ദർശനം കാണുമ്പോൾ ഈ ബാബിലോണ്യരൊക്കെ ഈ ദേശത്തേക്ക് കടന്നു വന്ന് ദേശമെല്ലാം നശിപ്പിക്കുന്നു, വീടുകളെയെല്ലാം നശിപ്പിക്കുന്നു, ആലയത്തെല്ലാം ചുട്ട് കരിക്കുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടെ കാണുന്നത് ഭോജനയാഗവും പാനീയയാഗവും എല്ലാം നിന്നുപോയിരിക്കുകയാണ്. ദേശം എല്ലാം ശൂന്യമായിരിക്കുകയാണ്. വീടുകളെല്ലാം തീ വെച്ചിരിക്കുകയാണ്. ആൾക്കാരെയെല്ലാം പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ആൾക്കാരെ ഒത്തിരി പേരെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ആൾക്കാരെയെല്ലാം വഷളത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അബ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വലിയ നിറഞ്ഞതായ സംഭവമാണ് ഇസ്രായേലിൽ നടക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതായ കാര്യമാണ് പ്രവാചകൻ തൻ്റെ പ്രവചന ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് അവരോട് പ്രവചിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം വീണ്ടും വീണ്ടും. അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ. പുരോഹിതന്മാരെ രട്ടുടത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ. എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ. എന്നിട്ട് പ്രധാനമായിട്ട് പറയുന്ന 14-ാമത്തെ വാക്യമാണ്. പ്രവാചകൻ പറയുകയാണ്, ഒരു ഉപവാസം നിയമിക്കുവേൻ, സഭായോഗം വിളിക്കുവേൻ. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കരച്ചിലോടും ഉപവാസത്തോടും മാനസാന്തരത്തോടും ഏറ്റുപറച്ചിലും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എന്ന് പറഞ്ഞാൽ കരുണ നിറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവീൻ, കൂട്ടിവരുത്തുവീൻ, ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ആലയത്തിൽ വന്ന ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. യഹോവയോട് നിലവിളിപ്പീൻ, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അന്ന് യഹോവയുടെ ഒരു ദിവസമായിട്ടാണ് ന്യായവിധിയെ നമ്മൾക്ക് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 18-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 17 വായിക്കുമ്പോൾ, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, വിത്തെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഉദ്ദേശിച്ചു കൂടെ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനമെന്ന് പറയുന്നത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുവാനായിട്ടല്ല. ഈ വിത്ത് അതിൻ്റെ സമയത്ത് മുളച്ചു വരണം. അത് ഒരു കൊയ്ത്തിൻ്റെ അനുഭവമായിട്ട് ധാന്യമായിട്ട് വളർന്നു വന്ന് അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാന്യം കരിഞ്ഞു പോയിരിക്കാൽ. ഇവിടെ ധാന്യം ഇല്ല, ആലയത്തിൽ ധാന്യമില്ല. യാഗങ്ങൾ കഴിക്കുന്നതിനുള്ളതായ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലാതെയായിരിക്കുന്നു. പിന്നീട് പറയുന്നത് കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചലില്ലായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ഡനം അനുഭവിക്കുന്നു. അപ്പോൾ യാഗം കഴിക്കുവാനുള്ളതായ ആടുകൾ പോലും അവിടെ ഇല്ലാത്തതായ അവസ്ഥയിലാണ് നമ്മൾക്ക് ഇവിടെ ഈ ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെടുക, മാനസാന്തരത്തോടുകൂടെ കരച്ചിലോടുകൂടെ ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകണം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ
നമ്മൾക്ക് ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിധി ദൈവം ന്യായം വിധിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് നമ്മളെ ഈ കഷ്ടതയിൽ കൂടെ ദൈവം പോകുവാനായിട്ട് അനുവദിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചേക്കാം. എന്നാൽ നമ്മളെ കഷ്ടതയിൽ തകർത്ത് കളയുവാനല്ല, ആ പാപത്തിൽ നമ്മൾ നശിച്ചു പോകാതെ ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി ചിലപ്പോൾ കഷ്ടതയിൽ കൂടെ ന്യായവിധിയിൽ കൂടെ ദൈവം നടത്തും എന്നുള്ളതായ ഒരു സത്യമാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്നുള്ളതായ കാര്യം പറയുന്നതായ ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടും ഉള്ളൊരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല, ഇനിമേലാലും തലമുറയായിട്ട് ഉള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പ്രവാചകൻ തൻ്റെ പ്രവചന ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് ജനത്തോട് പറയുകയാണ്. വലിയ ഒരു അന്ധകാരത്തിൻ്റെ ദിവസം വന്നിരിക്കുന്നു. പ്രകാശമെന്ന് പറയുന്നത് മാറിപ്പോകുന്നു, വെളിച്ചമില്ല, എല്ലാം ഇരുട്ടിൽ കൂടെ തപ്പി നടക്കുന്നതായ അനുഭവങ്ങളാണ്. അപ്പോൾ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് ഇരുട്ടിൽ തപ്പി നടക്കുന്നതായ ഒരവസ്ഥയിലേക്ക് ഇതാ നിങ്ങൾ വരുവാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് മാനസാന്തരപ്പെടുവീൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവീൻ, ഉപവാസം വിളിച്ചു കൂട്ടുവീൻ എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ഇസ്രായേലിൻ്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം വിളിച്ചു വരുത്തിയത് ബാബിലോണിയൻസിനെയാണ്. അവരുടെ ചരിത്രങ്ങളും അവരുടെ ആ സൈന്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓടി വന്നതെന്നും മതിലിടിച്ചതെന്നും വീടുകളെ നശിപ്പിച്ചെന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഈ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്ക്, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം, യഹോവ പ്രവർത്തിക്കുന്ന ഒരു ദിവസം, അന്ന് ഇരുട്ടും അന്ധകാരവും വരും. എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ പാടില്ലാതെ ജനങ്ങൾ തപ്പി നടക്കുന്ന ഒരനുഭവം വരും. അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. ബാബേലിൻ്റെ സൈന്യങ്ങൾ വന്നപ്പോൾ അങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ കൂടി അവർ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വീണ്ടും ഓർപ്പിച്ചിട്ടും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയോ ഉപവാസം പ്രസിദ്ധമാക്കുകയോ അങ്ങനെയോ ചെയ്യാതെ മുൻപോട്ട് പോയതിനാൽ ആണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ശിക്ഷയിൽ കൂടെ പോയതായ ജനങ്ങൾക്ക് വീണ്ടും ഒരു വിടുതൽ കർത്താവിൻ്റെ വിശ്വസ്തത മൂലം നൽകിക്കൊടുത്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇരുട്ടും ഉള്ളതായ ദിവസം എന്ന് പറയുമ്പോൾ യേശുവും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. അതായത് മത്തായി 24:29 യേശു പറഞ്ഞത്, ഇനിയും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ സംഭവിക്കും. ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം വരും. സൂര്യൻ ഇരുണ്ടു പോകുന്നതായ അവസ്ഥ ഉണ്ടാകും. ചന്ദ്രൻ ഇനിയും പ്രകാശം കൊടുക്കയില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ സൂര്യനിൽ നിന്നും പ്രകാശം അബ്സോർവ് ചെയ്തുകൊണ്ട്
രാത്രി സമയങ്ങളിൽ ദൈവമുണ്ടാക്കിയതായ ചന്ദ്രൻ രാത്രിയിലെ വെളിച്ചമായിട്ട് പ്രകാശിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു സയൻസ് വളരെ താമസിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും അറിയുന്നതും. എന്നാൽ സർവശക്തനായ ദൈവം, സകലത്തെ ഉണ്ടാക്കിയവനായ കർത്താവ് ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റേതായ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കാണുന്നത്. സൂര്യൻ ഇരുണ്ടുപോകും, അപ്പോൾ സൂര്യനിൽ നിന്നും ഈ പ്രകാശം ചന്ദ്രന് ലഭിക്കുകയില്ല, ചന്ദ്രനും അത് ഇരുണ്ടുപോകും, അതിന് പ്രകാശം കൊടുക്കാൻ കഴിയുകയില്ല. ഇത് ഈ സയൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ് ആദ്യമായിട്ട് നമ്മൾക്ക് ഇവിടെ ഈ തത്വം കാണാനായിട്ട് സാധിക്കുന്നത്. സയൻസ് ഈ സത്യം കണ്ടുപിടിക്കുവാൻ വളരെ താമസിച്ചു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ന്യായവിധിയുടെ ദിവസമാണ്. ഹല്ലേലൂയ. 2:12 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുന്നത്: യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. എന്ന് പറഞ്ഞാൽ യഹോവയുടെ ആ ദിവസത്തെക്കുറിച്ച്, ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാവുന്നവന് ആര്? ആ ദിവസത്തിൽ അത് സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വേദനാജനകമായ സംഗതിയാണ്. എന്നാൽ അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ തൻ്റെ പ്രവാചകനായ യോവേലിനെ വിളിച്ച് പറയുകയാണ്, നീ എൻ്റെ ജനത്തോട് ചെന്ന് പറക, ഇത് വളരെ താമസിച്ചു പോകുന്നു. ഇതാ സംഹാരവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ഈ ന്യായവിധി നടത്തുവാനായിട്ട്, അഥവാ എൻ്റെ ആ ദിവസത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്ന ഈ അന്ത്യനിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ. ദൈവം പറയുന്നതായ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് യോവേൽ തൻ്റെ വായിൽ കൂടെ ദൈവത്തിനു വേണ്ടി പറയുന്നതായ വാക്കാണ് എങ്കിലേക്ക് തിരുവീൻ എന്ന്. ആ സ്നേഹവാനായ ദൈവം, കരുണയുള്ളവനായ കർത്താവ് ഈ ന്യായവിധിയിലേക്ക് ജനം പോകരുത് എന്നുള്ളതായ താല്പര്യത്തോടുകൂടെ പറയുകയാണ്. എന്നാൽ ഈ അവസാന നിമിഷത്തിൽ പോലും അവരത് ശ്രദ്ധിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 13 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ എന്ന് പറയുമ്പോൾ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. വീണ്ടും നിങ്ങളുടെ ദൈവമായ യഹോവ അനുതപിച്ച് തൻ്റെ ഭോജനയാഗവും പാനീയകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിക്കുവീൻ. ഇവിടെ 1-2 കാര്യങ്ങളാണ് ഈ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവം തന്നെ കൊടുക്കുന്നതായ ആലോചന എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് 13 വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ എന്നാണ്. ഈ വസ്ത്രങ്ങളെ കീറുക എന്ന് പറയുന്നത് പുറമേയുള്ളതായ ഒരു ഷോ മാത്രമാണ്. ദൈവത്തിന് അതിൽ പ്രസാദമില്ല. നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രമാണം ഹൃദയത്തിന് വ്യത്യാസമില്ലാതെയോ മനസ്സിൽ അതിൽ യഥാർത്ഥമായി മനസ്സിലാക്കാതെയോ നമ്മളത് വായിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ 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 അർത്ഥപൂർണമാണ്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അടുത്ത് വരുവേൻ. നിങ്ങൾ ഒരു അനുതാപത്തോടുകൂടെ ഹൃദയങ്ങളെ തന്നെ കീറി, ഹൃദയം തകർന്നവരായിട്ട് ദൈവത്തെങ്കിലേക്ക് വരുന്നുവെങ്കിൽ തകർന്ന ഹൃദയത്തെ ദൈവം നിരസിച്ച് കളയുകയില്ല എന്നാണ്. തകർന്ന മനസ്സിനെ
ദൈവം നിരസിച്ച് കളയുകയില്ല എന്നാണ് വചനത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന് ഒരു രൂപാന്തരമുണ്ടാക്കിക്കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ളതായ ആ അറിവും ദൈവത്തിൻ്റെ ആ സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് താഴ്മയോടെ കടന്നു ചെല്ലുന്നുവെങ്കിൽ ദൈവം സഹായിപ്പാൻ തക്കവണ്ണം മഹാദയും ക്ഷമയും ദീർഘക്ഷമയും കരുണയുമുള്ളവനാണ് എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. പിന്നീട് 16-ാമത്തെ വാക്യം പറയുന്നത്, ഒരു സഭായോഗം വിളിപ്പീൻ, ഉപവാസം നിയമിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിക്കുവീൻ. ഇവിടെ സഭയെ വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനമായ ഒരു ക്യാരക്ടറാണ് വിശുദ്ധി എന്നുള്ളത്. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്ന് പഴയ നിയമത്തിൽ മൊത്തമായിട്ട് നമ്മൾക്ക് അക്ഷരപ്രതി വായിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ദാസനായ മോശയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നീ നിൽക്കുന്നതായ ഭൂമി വിശുദ്ധമാകയാൽ നിൻ്റെ കാലിൽ നിന്നും നിൻ്റെ ചെരുപ്പ് എടുത്ത് എറിഞ്ഞു കളക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായി മനസ്സിലാക്കിയ മോശ അതുപോലെ തൻ്റെ കാലിലെ ചെരുപ്പ് പോലും അതിലെ അശുദ്ധി പോലും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനോ സംസാരിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ തടസ്സമാക്കാതെ, അതിന് യാതൊരു തടസ്സവും പറയാതെ എറിഞ്ഞു കളഞ്ഞതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ പറയുന്നത് സഭയെ വിളിച്ചു കൂട്ടുവീൻ, വിശുദ്ധീകരിപ്പീൻ എന്ന് പറയുമ്പോൾ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ടാകണം. പലപ്പോഴും നമ്മൾ പറയുന്നതായ അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതായ ഒരു കാര്യമാണ്, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെറുപ്പം മുതലേ നല്ലവനായിട്ടാണ് വളർന്നത്, ഞാൻ സൺഡേ സ്കൂളിന് പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, മറ്റുള്ളവരോട് ഒന്നും ദോഷം ചെയ്തിട്ടില്ല, കള്ള് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ചീത്ത പറയുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പാപിയല്ല, ഞാൻ എന്തിനാണ് അനുതപിക്കേണ്ടത്, എന്തിനാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്, എന്തിനാണ് ഞാൻ വീണ്ടും വിശുദ്ധീകരിക്കുന്നത് എന്നുള്ളതായ ഒരു ചോദ്യം ചിലപ്പോൾ പലരും ഇന്നത്തെ കാലത്തും ചോദിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും കാണാവുന്ന കാര്യമാണ്, കേൾക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ആദാമിൻ്റെ സന്തതിയായിട്ട് ജനിച്ചതായ ഒരു മനുഷ്യനും വിശുദ്ധനല്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആദാമിൽ കൂടെ പാപം അവനിലേക്ക് കയറി ആദാമിൻ്റെ സന്തതിയായി ജനിച്ച നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പുറകോട്ട് ചെന്നാൽ ആ ആദാമിൽ നിന്ന് ജനിച്ചതായ മക്കളാണ് നമ്മൾ. എല്ലാവരും പാപികളാണ് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്, ആ പാപത്തിന് ഒരു പ്രശ്ന പരിഹാരം വരുത്തണം. അതിനാണ് പഴയ നിയമത്തിൽ യാഗം കഴിച്ച് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളതായ വ്യവസ്ഥ പ്രകാരം മൃഗങ്ങളുടെ യാഗം കഴിച്ച് നമ്മൾക്ക് വേണ്ടി മൃഗം മരിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പാപം ഇല്ലാത്ത ശരീരം നമ്മൾക്ക് വേണ്ടി യാഗമായിട്ട് കഴിച്ച് അങ്ങനെ ആ സുപ്രീം സാക്രിഫൈസിലൂടെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ളൊരു പദ്ധതി ഒരുക്കി അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക, നമ്മളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുക. യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് വചനം പറയുന്നത് പോലെ നമ്മളത് സ്വീകരിച്ച് ലജ്ജ കൂടാതെ വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരുന്നതായ ഒരാൾക്കാണ് പാപമോചനം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ളതായ ആ പദവി ലഭിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് സഭയെ വിശുദ്ധീകരിക്കുവീൻ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ കാണാനായിട്ട് സാധിക്കും. യേശു സഭയുടെ വെളിയിൽ നിന്നുകൊണ്ട് നോക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് നോക്ക് ചെയ്യുകയാണ്. ഞാൻ അകത്തേക്ക് വരട്ടെ, എന്നാൽ അവിടെ വിശുദ്ധി ഇല്ല എങ്കിൽ
കർത്താവിനകത്ത് പ്രവേശിപ്പിക്കാൻ സാധ്യമാകുകയില്ല എന്ന് നമ്മൾക്ക് കാണും. പലപ്പോഴും ഇന്നത്തെ കാലത്തും കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധം ആ രീതിയിലാകരുത്. കർത്താവ് നമ്മളുടെ ഹൃദയത്തിൽ ജീവിതത്തിന് വെളിയിൽ നിൽക്കുകയും മുട്ടിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ടല്ല, നമ്മൾ കൃപാസനത്തോളം അടുത്തിയെന്ന് അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സഹവാസം പുലർത്തുന്ന വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്ന് നമ്മൾക്ക് പ്രാർത്ഥന കഴിക്കുവാനായിട്ടും നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2:12 വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോഴെങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരുവീൻ എന്നാണ് പറയുന്നത്. ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഗോഡ്. അവൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നതായ സമയത്ത് നമ്മൾ അവങ്കിലേക്ക് തിരിയണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ആരെങ്കിലും മരണശേഷം പുരോഹിതന്മാരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കൊണ്ടോ ഏതെങ്കിലും സെയിൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടോ നരകത്തിൽ നിന്നും നിത്യതയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് സാധിക്കുന്നതായ കാര്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും ചില മരണത്തിന് ശേഷമുള്ളതായ ഈ ശവസംസ്കാരത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവെ, ഇവനെ ആ സ്വർഗത്തിലേക്ക് കയറ്റി വിടണമേ, അതിനുവേണ്ടി ദൂതന്മാരെയൊക്കെ അയക്കണമേ, അതിനെ തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കരുത് എന്നൊക്കെ പറയുന്നതായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിട്ട് അവനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊമോഷൻ കൊടുക്കുവാനോ അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് നിന്നും സ്വർഗസ്ഥലത്തേക്ക് കയറ്റി വിടുവാനോ ആർക്കും സാധ്യമാകുകയില്ല. അവൻ ജീവിച്ചിരിക്കുന്നതായ കാലത്ത് ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മക്കളും അവകാശമായി തീർന്നാൽ കഴിഞ്ഞാൽ അവൻ മരിക്കുന്നതായ സമയത്ത് തന്നെ അവൻ്റെ ആത്മാവിനെ ദൂതന്മാർ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതായ സത്യമാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആ സത്യം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടേക്ക് ചെന്നതിന് ശേഷമായിട്ട് യാതൊരു സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് വരുവാനോ അങ്ങോട്ട് പോകുവാനോ ഒരാത്മാവിനും സാധ്യമാകുകയില്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ളതായ ഒരു ദൂതനെ അയച്ച് സുവിശേഷം നിന്നെ അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയില്ല. ഇവിടെയുള്ളതായ മോശയും പ്രവാചകന്മാരൊക്കെ ഉണ്ട്, ഉപദേശിമാരൊക്കെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുവാനായിട്ട് ധാരാളം അവസരമുണ്ട്. അത് കേട്ട് പഠിച്ച് നിൻ്റെ ദൈവമക്കളാക്കി സ്വർഗത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാന് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. അല്ലാതെ റിച്വൽസ് കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധ്യമാകുകയില്ല. മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നേർച്ച നേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ 100 പേർക്ക് ആഹാരം കൊടുത്തത് കൊണ്ടോ ആരുടെയും ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാൻ ആർക്കും സാധ്യമാകുകയില്ല. ഒരു റിച്വലിനും സാധ്യമാകുകയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രിസ്തുവിൽ നമ്മളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ചുമതലയാണ്, എൻ്റെയും നിൻ്റെയും ചുമതലയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. 2:18 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യതുമായ ഒരു ദേശത്തേക്ക് നീക്കി അവൻ്റെ മുൻപടയെ കിഴക്കേ കടലിലും അവൻ്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ ജനം ഇങ്ങനെ ന്യായവിധിയിൽ കൂടെ കടന്നു പോകുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല, അവരനുസരിച്ചില്ല. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ ദൈവം വിശ്വസ്തതയും സ്നേഹവും കരുണയുമുള്ള ദൈവമാകയാൽ അബ്രഹാമിനോട് ചെയ്തതായ വാഗ്ദത്തം അവൻ ഇന്നും മറക്കാത്ത ദൈവമാണ്.
യാക്കോബിനോട് ചെയ്തതായ വാഗ്ദത്തം അവൻ മറക്കാത്തവനാണ്. ആ രണ്ടിൻ്റെയും വ്യത്യാസം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാണ്. അവരോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവരെ ദൈവം തീർച്ചയായിട്ടും രക്ഷിക്കും, കാക്കും. ആ വാഗ്ദത്തം ഒരിക്കലും നിന്നു പോകയില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. യാക്കോബിനോടുള്ളതായ വാഗ്ദത്തം ഇസ്രായേലിനോട് പ്രത്യേകമായിട്ട് ഉണ്ട്. എന്നാൽ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്, നിൻ്റെ സന്തതികൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും, നീ മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, ഇസ്രായേൽ മാത്രമല്ല മറ്റുള്ളവരും. ഇവിടെ ഈ 2 രക്ഷാപദ്ധതികളും, ഇസ്രായേൽ മക്കളുടെ രക്ഷാപദ്ധതിയും ലോകത്തിലുള്ള സകല ജാതികളുടെയും രക്ഷാപദ്ധതിയും ഈ പുസ്തകത്തിൽ, യോവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചില കാലത്തേക്ക് ഇസ്രായേൽ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയത് മൂലം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവർ അടിമത്വത്തിലേക്കും അവർ പ്രവാസത്തിലേക്കും കടന്നു പോകുന്നു. എന്നാൽ അന്നും അവരെ ഉപദ്രവിക്കുകയും അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ജാതികളോട് ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ് എന്നുള്ളതാണ് ഒരു സത്യം. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നവരെ, അല്ലെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അവരെ ദോഷം ചെയ്യുന്നവർക്ക് അവർക്ക് ദോഷവും ദൈവം ചെയ്യും, പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന പ്രകാരം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ എല്ലായ്പ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അവരെ ഒരിക്കലും ഉപദ്രവിക്കുവാനോ അവർക്കെതിരായി സംസാരിക്കുവാനോ നമ്മളുടെ നാവുകളോ നമ്മളുടെ കൈകളോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒരു കാലത്തേക്ക് ഈ ഇസ്രായേലിന് ഹൃദയ കാഠിന്യം മൂലം അവരുടെ ആ കൊമ്പ് ഒടിഞ്ഞുപോയി എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വീണ്ടും റോമാലേഖനമൊക്കെ പഠിക്കുമ്പോൾ ആ വിഷയമൊക്കെ പഠിക്കും. എന്നാൽ അത് ജാതികളായിരുന്ന നമ്മളെ കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി, ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഇടാസമയമായിട്ട് ചേർത്തുകൊണ്ടാണ് ഇവിടെ നമ്മൾക്ക് വേദപുസ്തകത്തിൽ ജാതികളായിട്ടുള്ള നമ്മളെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതായ ചിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ ഇസ്രായേൽ മക്കളെ വീണ്ടും ആദരിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ ആഗ്രഹിക്കുന്നത്? 2:18 വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. ഇവിടെ നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു നൽകുന്നതായ ഒരു ദൈവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കും. ഇസ്രായേലിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഒന്നുമില്ലാത്തവരായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ഈ ധാന്യവും എണ്ണയും, ജീവിതം പോലും അനേകർക്ക് നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ അതെല്ലാം തിരിച്ചു നൽകുന്നതായ ഒരു കാലമുണ്ട് എന്നാണ് ഈ പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന ആക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യമായ ഒരു ദേശത്തേക്ക് നീക്കി അവൻ്റെ മുൻപടയെ കിഴക്കേ കടലിലും അവൻ്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവരെ ദുർഗന്ധം പൊങ്ങും മാറാക്കും. നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിക്കുക, സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പച്ച പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് കാണുമ്പോൾ അവൻ തക്കളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയോടുള്ളായ ബന്ധത്തിൽ ഇതെല്ലാം നിന്നു പോയതായിരുന്നു, നശിച്ചു പോയതായിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്ന ദൈവമാണ്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
23 ആ ഭാഗം നമുക്ക് വീണ്ടും വായിക്കാം. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞുകൊണ്ടും എണ്ണ കൊണ്ടും കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അപ്പോൾ ദൈവമാണ് ഇതിനെയെല്ലാം അയച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം, എഴുതിയിരിക്കുന്നു. എന്നാൽ ആ നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവമാണെന്ന് ഇസ്രായേലിനോട് അന്നത്തെ കാലത്ത് ദൈവം പ്രവചനമായിട്ട് പറയുകയാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങൾക്ക് ഒരു വാഗ്ദത്തം കൊടുത്തതാണ് ഇത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങൾക്ക് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനും ഇല്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ജനത്തിന് ദൈവം കൊടുത്തതായ പ്രവചന മെസ്സേജാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ വീണ്ടും കൂട്ടി വരുത്തും. ബാബേലേക്ക് പോയി എല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി നമ്മൾക്ക് അറിയാം. ഇസ്രായേൽ ലോകത്തിലെ ഒരു വൻ ശക്തിയായിട്ട് തീർന്നിരിക്കുകയാണ്. അവരുടെ സ്ഥലങ്ങൾ എല്ലാം തന്നെ വളരെ മേച്ചൽ പുറങ്ങളായിട്ട് ഫലപുഷ്ടമായ പ്രദേശങ്ങളാണ്. ഏറ്റവും മികച്ചതും ഏറ്റവും നല്ലതുമായ ആയുധവർഗങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. മറ്റ് രാജ്യങ്ങൾക്കെല്ലാം അവരെ ഇന്ന് ഭയമാണ്. കാരണമെന്ത്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കാവൽ അവർക്ക് വേണ്ടിയുണ്ട്. ഈ ദൈവത്തിൻ്റെ ധൈര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത വിഷയമാണ്. ലോക ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. അപ്പോൾ ഈ ചരിത്രത്തെ നമ്മൾ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ആ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയും അതിൻ്റെ പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ വരവും എല്ലാം നമ്മൾക്ക് കുറേ കൂടെ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ശേഷമോ 28-ാമത്തെ വാക്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഉള്ളതായ ഭാഗമാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ ഇസ്രായേലിന് കൊടുത്തതായ ആ വാഗ്ദത്തം, നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു, എന്നാൽ അത് എല്ലാം തിരികെ തരുന്നതായ ഒരു ദിവസമാണെന്ന് ഇസ്രായേലിനോട് പറഞ്ഞു. ഇവിടെ ഈ കാലത്ത് ജീവിക്കുന്നതായ നമ്മളോട് പരിശുദ്ധാത്മാവ് നൽകുന്നതായ ഒരു പ്രോമിസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും പലതും നഷ്ടപ്പെട്ടതായി കണ്ടേക്കാം. കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവൊക്കെ തിന്ന് ഉദ്ദേശിക്കാത്ത രീതിയിൽ എല്ലാം ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോയതായ അവസ്ഥകൾ, നഷ്ടത്തിൻ്റെ അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, വേദനയുടെ അവസ്ഥകൾ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് ചോദിക്കുന്നതായ ഒരാൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിന്നോടുള്ള ഒരു പ്രോമിസായിട്ട് പറയുകയാണ്. ഈ നഷ്ടപ്പെടുത്തുന്നതെല്ലാം ഇന്ന് തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് ഒരു ദൂതായിട്ട് ഈ ഭാഗം തരികയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്നതായ ദൈവമാണ്. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു തരുന്നവൻ, നഷ്ടപ്പെട്ടതായ ഭൗമിക നന്മകളെ തിരിച്ചു തരുന്നവനായ കർത്താവ്, നഷ്ടപ്പെട്ട പദവികളൊക്കെ ഉണ്ട്, ജോലികളുണ്ട്, അതൊക്കെല്ലാം തിരിച്ചു തരുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ജീവിതത്തിൽ തോൽവികളിൽ കൂടെ, നഷ്ടങ്ങൾ കൂടെ കടത്തി വിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പറയുവാനായിട്ടുള്ളത് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, എന്നാൽ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നിന്നെ എത്തിച്ചു ചേർക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ പാതകൾ കൂടെ നിന്നെ നയിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഫോർ എക്സാമ്പിൾ, ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വളരെ മാന്യനായിട്ട് ആർക്കും ദോഷം ചെയ്യാതെ ജീവിച്ചിരുന്നതായ ഒരു ജോസഫിനെയാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. എന്നാൽ ഇതാ ചേട്ടന്മാരെല്ലാവരും അവനെ വിറ്റ് കളയുന്നു, ഒറ്റിക്കൊടുക്കുന്നു, ആ വിലയ്ക്ക് വിറ്റ് കളയുന്നു, മിസ്രൈമിലേക്ക് അടിമയായിട്ട് കൊണ്ടുപോകുന്നു.
ചെയ്യാത്ത കുറ്റത്തിന് അവൻ ഇരയായിത്തീരുന്നു. ആ കുറ്റം ഏറ്റെടുത്ത് കാരാഗ്രഹവാസം അനുഭവിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്ന് അവൻ പല പ്രാവശ്യം ചോദിച്ചെങ്കിൽ തന്നെയും, എന്നാൽ ഒരു രാത്രി കൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിച്ചു. അവൻ എത്തേണ്ടതായ സ്ഥാനത്ത് അവനെ എത്തിക്കുവാൻ ഒരു ദിവസം കൊണ്ട് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി തീരുവാൻ തക്കവണ്ണം ഫറവോൻ്റെ രണ്ടാമനായി സിംഹാസനത്തിലിരിക്കുവാൻ വേണ്ടി വാതിലിലെ തുറന്ന് വെച്ചവനായ ദൈവമാണ്, കയറ്റിയിരുത്തിയവനായ ദൈവമാണ്. ആ യോസേപ്പിൻ്റെ ദൈവം അതിൻ്റെ സമയമായപ്പോൾ അത് നല്ലവണ്ണം ചെയ്തുവെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സഹോദരന്മാരോട് അവൻ പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ഒന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. ദൈവം എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇതൊക്കെ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ, ആ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മളെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കുവാൻ വേണ്ടി ചിലപ്പോൾ രോഗങ്ങളിൽ കൂടെ, ചിലപ്പോൾ പ്രയാസങ്ങളിൽ കൂടെ, ചിലപ്പോൾ നഷ്ടങ്ങളിൽ കൂടെ, ചിലപ്പോൾ ജോലിയുടെ നഷ്ടത്തിൽ കൂടെ ഒക്കെ, ഭൗമികമായ നഷ്ടങ്ങളിൽ കൂടെ ഒക്കെ നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേർക്കുവാൻ വേണ്ടി നടത്തിയേക്കാം. എന്നാൽ ദൈവം നന്മയ്ക്കായി സകലവും ചെയ്യുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി തരണം. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്, തിരിച്ചു തരുന്ന ദൈവമാണ്. ഇന്നത്തെ കാലത്തുള്ളതായ നമ്മളുടെ മെസ്സേജ് അവിടെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും അടുത്ത ഭാഗം നമ്മൾക്ക് കാണുന്നത് 28-ാമത്തെ വാക്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും വളരെ പരിചയമുള്ളതായ വാക്യമാണ്. അതിൻ്റെ ശേഷമോ എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന് ശേഷം ദൈവസഭയോട് ചേർന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തീരുള്ളതായ സ്നാനം ഏറ്റെടുക്കുവാൻ വേണ്ടി താല്പര്യപ്പെട്ട് മാനസാന്തരപ്പെട്ട് അവനോട് ചേരുന്നവർക്ക് ഉള്ളതായ ഒരു അനുഗ്രഹമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ശേഷമോ അങ്ങനെ ചെയ്യുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നതായ ഒരു പ്രവചന അനുഗ്രഹമാണ് യോവേൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്നിവർക്കാർക്കും മനസ്സിലായുള്ള ഈ കാര്യം എന്താണെന്ന് അത് പറഞ്ഞിരുന്നത്, ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിനെ പകരുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നതായ ഈവൻ യോവേലിന് പോലും ഇതിൻ്റെ പൂർണ്ണമായ ഒരു വെളിപ്പാട് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, കാണുമോ എന്ന് എനിക്കറിയില്ല. കാരണം പഴയ നിയമത്തിൽ ദാവീദിനെ നമുക്കറിയാം, ശൗലിനെ നമ്മൾക്കറിയാം, മോശയെ നമ്മൾക്കറിയാം, അവർക്കൊക്കെ ശിംശോനെ നമ്മൾക്കറിയാം. ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും അവരുടെ മേൽ കുറേ നാളത്തേക്ക് പകർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ശുശ്രൂഷ തീരുന്നിടം വരെ ആ ആത്മശക്തിയാൽ അവരെ നടത്തി. സിംഹത്തെ വലിച്ചു കീറുവാനുള്ളതായ ആ ശക്തി ദാവീദിന് നൽകി. എന്നാൽ അത് ഇവിടെ നിലനിന്നിരുന്നില്ല, അതൊരു ടെമ്പററി ആയിരുന്നു, വന്നും പോയും ഇരുന്നു എന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. രാജസന്തതിയിൽപ്പെട്ടവരായിരുന്നാലും ദാസന്മാരായിരുന്നാലും ജാതികളായിരുന്നാലും പുത്രന്മാരായിരുന്നാലും പുത്രിമാരായിരുന്നാലും അമ്മമാരായിരുന്നാലും അപ്പന്മാരായിരുന്നാലും ശുശ്രൂഷകന്മാരായിരുന്നാലും എല്ലാവരുടെ മേലും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അതിൻ്റെ ശേഷമോ എന്നാണ് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം റിപ്പൻ്റ് ചെയ്യുന്നവർക്കുള്ളതായ അനുഗ്രഹമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ അന്ന് ഈ ഒരു പ്രവചനമായിട്ട് നൽകി ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പുതിയ നിയമം പറയുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് പെന്തക്കോസ്ത് നാളുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്നതായ ഒരു കാര്യം ഈ യോവേൽ പ്രവാചകൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പത്രോസ് എന്ന് പറയുന്നത് നല്ല ഒരു തികഞ്ഞ യഹൂദനായിരുന്നു. ദൈവത്തിൻ്റെ വചനമൊക്കെ അറിയാമായിരുന്നു. പ്രത്യേക യേശുവിനോട് കടന്ന് നടന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറെ കൂടെ വ്യക്തമായിട്ട് പഠിച്ചവനാണ്. എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതുവരെ ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളതായ കാര്യം, അല്ലെങ്കിൽ അത് ആരംഭിച്ചില്ല, സംഭവിച്ചില്ല. ആരും ഈ സംഭവങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇവിടെ പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ അവിടെ കൂടിയിരുന്നായ ആൾക്കാരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറവിൽ ആയിത്തീർന്നു. അവരുടെ നാക്കുകൊണ്ട് അന്യഭാഷ സംസാരിച്ചു. മറ്റുള്ളവർക്കെല്ലാം അത് മനസ്സിലായി. അപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്തതായ ഇത് ഈ യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു പ്രവചന നിവൃത്തി ആരംഭിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സഭയുടെ ഒരു ഉദ്ഘാടനമായിട്ട് അന്ന് ഇത് ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്രോസ് ഇത് എടുത്തു പറയുകയാണ്. ഇത് യോവേൽ പ്രവാചകൻ്റെ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ എന്നുള്ളതായ കാര്യം. ഇങ്ങനെയുള്ള സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടില്ലല്ലോ എന്ന് എല്ലാവരും ആശ്ചര്യത്തോടുകൂടെ നോക്കിയപ്പോൾ പത്രോസ് പറയുകയാണ്, ഇതാ യോവേൽ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു കാര്യം എഴുതിയിട്ടുണ്ടത്. അതിൻ്റെ ഒരു നിവൃത്തിയുടെ ആരംഭമാണ് ഇവിടെ കാണുന്നത്. സകല ജഡത്തിൻ്റെ മേലും അതിൻ്റെ ശേഷം മാനസാന്തരപ്പെടുന്നവരുടെ മേൽ, സഭയായിട്ട് വിശുദ്ധീകരണത്തോടുകൂടെ കടന്നു വരുന്നവരുടെ മേൽ പകരും എന്ന് പറഞ്ഞതായ ആത്മശക്തിയും അതിൻ്റെ അനുഗ്രഹവുമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ശക്തി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും 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 കർത്താവ് ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പറയുകയാണ്, ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാഗ്ദത്തമാണ് ഈ കാണുന്നത്. ഇത് സംഭവിക്കുന്നത് ഇവിടെ പുതിയ നിയമത്തിലാണ്. ആ പെന്തക്കോസ്ത് നാളിലാണ് അത് ആരംഭിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പ്രൈസ് ഗോഡ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അപ്പോസ്തലന്മാരുടെ കാലത്ത് ആരംഭിച്ചതായ ആ ശക്തി, യെരുശലേമിൽ ആരംഭിച്ചതായ ശക്തി, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ദൈവം ധാരാളമായി അളവില്ലാതെ പകരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ന് പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. അവർ ഈ അനുഗ്രഹമൊക്കെ പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുന്നു. യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തതായിട്ട് കാണുന്നു. ഇപ്പോഴും ഈ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഈ ശക്തി അതിൻ്റെ ശക്തിയോടുകൂടെ മുന്നേറുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അണ്ടർഗ്രൗണ്ട് ചർച്ചുകളിലാണെങ്കിലും, ചൈനയിലാണെങ്കിലും, സൗദി അറേബ്യയിലാണെങ്കിലും, പാകിസ്ഥാനിലാണെങ്കിലും, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ആഫ്രിക്കയിലും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന അനേകം ജനങ്ങളുണ്ട്. പരസ്യമായിട്ട് അറിയാവുന്നവരും അല്ലാത്തവരുമായ അനേകം ആൾക്കാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ജാതികളുടെ വിഭാഗങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ദൈവം ഈ വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നതായ നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ ഈ പ്ലാനിൽ ആണോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ത് ഉത്തരം പറയും? ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നതായ ഞാനും നീയും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് മാനസാന്തരപ്പെട്ട സഭയോട് ചേർന്ന് ഈ പരിശുദ്ധാത്മശക്തി പ്രാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ആ നിലയിലേക്ക് ആയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഈ പ്ലാനിലാണോ എന്നുള്ളതായ ഒരു ചോദ്യത്തോടു കൂടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം.
2-ാം അധ്യായത്തിൻ്റെ 31 വാക്യം മുതൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിൽ യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വെളിപ്പെടുവാനുള്ളവരും ഉണ്ടാകും. എപ്പോഴും ഒരു ശേഷിപ്പാണ് ദൈവത്തെ ആരാധിക്കുന്നവർ, ഒരു ശേഷിപ്പാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ, ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കാംക്ഷിക്കുന്നവർ എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും മജോറിറ്റിയിലൂടെ പോകുന്ന ദൈവം അല്ല. ഒരു ശേഷിപ്പ് ഉണ്ടെങ്കിൽ അവരെയാണ് ദൈവം മാനിക്കുന്നത്. ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. 400 പ്രവാചകന്മാർ ഒരു വശത്ത്, രാജാവും അവൻ്റെ ഭാര്യയും പടനായകന്മാരും എല്ലാം ഒരു ഭാഗത്ത് ഏലിയാവിന് എതിരായിട്ട് നിൽക്കുന്നു. ഒരു മനുഷ്യൻ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവൻ്റെ ആ യാഗപീഠങ്ങളെയൊക്കെ പണിതിട്ട് ആകാശത്തു നിന്നും തീയിറങ്ങി ദൈവം ഈ യാഗപീഠത്തെ കത്തിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തു നിന്നും തീയിറങ്ങി ആ യാഗപീഠത്തെ ദഹിപ്പിച്ച് കളഞ്ഞു എന്ന് നോക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ നിന്നു. തന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ, തന്നെ ആദരിക്കുന്ന മനുഷ്യൻ്റെ കൂടെ, തന്നെ പരസ്യമായിട്ട് സാക്ഷിക്കുന്നതായ, ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നതായ പ്രവാചകൻ്റെ കൂടെ നിന്നതായിട്ട് നമ്മൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മളും മജോറിറ്റി ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമ്മളുടെ ക്വസ്റ്റ്യനല്ല. ദൈവം നമ്പറല്ല നോക്കുന്നത്, ഒരു ശേഷിപ്പ്, ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതായ ഒരു ശേഷിപ്പ്. അത് എത്ര പേരായിരുന്നാലും അവരെയാണ് ദൈവം മാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന ഈ പ്ലാനിൽ മുൻപോട്ട് പോകുവാൻ നമ്മളും ഈ പുസ്തകത്തിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മക്കളും അവരുടെ മക്കളും നമ്മളുടെ വേണ്ടപ്പെട്ടവർ ഒക്കെ ഇതിൽ ആയിത്തീരണം എന്നുള്ളതായ താല്പര്യം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഈ വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ദൈവിക പ്ലാനിലായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്കും നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. 2-ന്റെ 31 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അതിഭയങ്കരമായ ഒരു ദിവസത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായിട്ട് മാറിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് അതും വളരെ ഒരു വിശദമായിട്ട് പഠിക്കേണ്ടതായ ഭാഗങ്ങളിലാണ്. എന്നാൽ നമ്മൾക്ക് ഒരു ലെസൺ കൊണ്ട് ഇവിടെ നിർത്തേണ്ടത് കൊണ്ട് അതിനെക്കുറിച്ച് അധികമായിട്ട് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദിവസവും ജാതികളുടെ മേലെ ന്യായവിധി അയക്കുന്നതായ ദിവസവുമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 3-ന്റെ 1 നമ്മൾ നോക്കുമ്പോൾ, ഞാൻ യഹൂദയുടെയും യെരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. യഹൂദയുടെയും യെരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റുന്ന ഒരു കാലമുണ്ട്. അത് പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ നടക്കുവാനുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അന്ന് എന്ത് സംഭവിക്കും? ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രയേൽ മുഖാന്തരം അവർ നിമിത്തം ദൈവമാണ് സകല ജാതികളും അവർക്കെതിരായിട്ട് വരുമ്പോൾ അവരോട് വ്യവഹരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് എവിടെയാണ്? അവരെന്താണ് ചെയ്തത്? ജാതികൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് കളഞ്ഞു. മാത്രവുമല്ല, എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയഭേദകമായ ഒരു വേദനയാണ്. തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അല്പസമയം ജാതികൾക്ക് കൊടുത്തിരിക്കുകയാണ് അവരെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം നോക്കുമ്പോൾ തൻ്റെ ജനത്തിന് കൊടുത്തതായ ആ ദേശത്തെയെല്ലാം വിഭാഗിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു, തീയിട്ട് കളഞ്ഞു. അവിടേക്ക്
ഈ യഹൂദ ജനം ചെല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരെയെല്ലാം ചെതറിച്ച് കളഞ്ഞു. ഈ യഹൂദ ജനത്തിൻ്റെ ഉടയവനായ ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കണക്ക് ചോദിക്കുന്നതായ ഒരു ദിവസമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും എടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ഈ ശലോമോൻ പണിതായ ദേവാലയത്തിൽ വളരെ അതിമനോഹരമായ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വകയാണ്. എന്നാൽ തകർത്ത് അതിനകത്തുള്ള മനോഹര വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് അവിടെ അവരുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു അവരോട് കണക്ക് ചോദിക്കുന്നതായ ഒരു ദിവസമുണ്ട് എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 3-ന്റെ അവരെ വിറ്റ് കളഞ്ഞു. അത് വേറൊരു കാര്യം. അവരുടെ സ്വന്തം ദേശത്തു നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി അവരെ വിറ്റ് കളഞ്ഞ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെതറിച്ച് അവരെ ഒത്തിരി എണ്ണത്തിനെ കൊന്നുകളഞ്ഞു, കഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം തക്ക സമയത്ത് തങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്ന കാലയളവാണ് ഈ കാലയളവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3-ന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എവിടെയാണ് ഈ ജാതികളോട് പകരം വീട്ടുന്നതായ സ്ഥലം എന്ന് എഴുതിയിരിക്കുന്നു. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അപ്പോൾ ഈ യഹോശാഫാത്ത് താഴ്വരയിലേക്ക് ഈ ജാതികളെയെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് സർവ്വ ന്യായാധിപതിയായ ദൈവം അവരെ ന്യായം വിധിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 3-ന്റെ 14-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഒരു പ്രത്യേക വാക്കാണ്. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരുശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും, എന്നാൽ യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിധിയുടെ താഴ്വര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രാജാക്കന്മാരൊക്കെ വിധി കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയെങ്കും വിധിയുടെ താഴ്വരയെന്നോ വിധിയുടെ കൊട്ടാരമെന്നോ വിധിയുടെ രാജ്യമെന്നോ ഒന്നും പേര് കൊടുത്തിട്ടില്ല. എന്നാൽ സർവശക്തനായ ദൈവം ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ സ്ഥലത്താണ് അവിടെ ഇവർ താമസിക്കുന്നതായ ആ രാജ്യത്ത് ഉള്ളതായി യഹോശാഫാത്ത് താഴ്വരയിലേക്ക് ഈ ജാതികളെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വിധിയുടെ താഴ്വരയായിട്ട് അവരെ ന്യായം വിധിക്കുന്ന സർവ ന്യായാധിപതിയായ ദൈവത്തിൻ്റെ വാക്ക് മുമ്പേ കൂട്ടി ഇതെല്ലാം പ്രസ്താവിച്ചിരിക്കുകയാണ്. തൻ്റെ ജനത്തെ നശിപ്പിക്കുന്നതായ ജനത്തെ ഹല്ലേലൂയ ന്യായം വിധിക്കുവാൻ വേണ്ടി അവിടെ ദൈവം ഇറങ്ങി വരും എന്ന് ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം വിശുദ്ധമായിരിക്കും. അന്യജാതിക്കാർ ഇനി അതിൽ കൂടെ കടക്കയില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് ഒഴുക്കും, കുന്നുകൾ പാൽ ഒഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീൻ താഴ്വരയെ നനയ്ക്കും. ഇവിടെ നമ്മൾ ആദ്യമേ പഠിക്കുകയുണ്ടായി, ഈ യഹൂദ ദേശം മുഴുവനായി ഉണങ്ങിപ്പോയി, കരിഞ്ഞുപോയി, തീ കൊണ്ട് നശിച്ചുപോയി, ജനങ്ങളെയെല്ലാം ചെതറിച്ച് കളഞ്ഞു, കൊന്നു കളഞ്ഞു. അങ്ങനെയുള്ളതായ ആ ശപിക്കപ്പെട്ടതായ ഒരു ദേശത്തിൽ ഈ യഹോശാഫാത്തിൽ ന്യായം വിധിച്ചതിന് ശേഷമായിട്ട് ദൈവം തന്നെ അവിടെ ഒരു യെരുശലേമിനെ പണിയുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. യെരുശലേം ലോകത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സ്ഥലമായിട്ട് അവിടെ ഒരു വിധിയുടെ താഴ്വരയായിട്ടാണ് നമ്മൾക്ക് ഇവിടെ യഹോശാഫാത്ത് താഴ്വരയെ കാണാനായിട്ട് സാധിക്കുന്നത്.
ഈ നഷ്ടപ്പെട്ടു പോയതായ മഴയില്ലാതെ പോയി, ഉണങ്ങിപ്പോയി, വരണ്ടുപോയ സ്ഥലത്തിന് ഒരു വ്യത്യാസം അന്ന് വരും. യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. ആരും ഇസ്രായേലിനെ രക്ഷിക്കയില്ല എന്ന് തോന്നിയാലും, ഒരു ചെറിയ രാജ്യമാണ്, അവരെ തുടച്ചു കളയുവാൻ ചില രാജ്യങ്ങൾക്ക് സാധിക്കും എന്ന് ചിന്തിച്ചാൽ പോലും യഹോവ ശരണമായിരിക്കുന്നത് കൊണ്ട്, യഹോവ ദുർഗമായിരിക്കുന്ന ഒരു മതിലായിട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ഏത് വെടിയുണ്ടകളും ഏത് ആയുധങ്ങളും ഫലിക്കാതെ ആ യഹോവ ദുർഗമായിട്ട് അവരെ പരിപാലിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ ദുർഗമായിരിക്കുമെന്ന് പറയുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മളോടുള്ളതായ ഒരു വാക്കുണ്ട്, ദൈവം നമ്മളുടെ ചുറ്റും പരിചയായിരിക്കും എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ആയുധങ്ങളൊന്നും ഫലിക്കാതെ, ശത്രുവിൻ്റെ അസ്ത്രങ്ങളൊന്നും നമ്മളെ നശിപ്പിച്ച് കളയാതെ താൻ നമുക്ക് ചുറ്റും പരിചയമായിട്ട് ഉള്ള ദൈവമാണ്. അങ്ങനെയാണ് ദൈവമക്കളായ നമ്മൾക്കുള്ളതായ അവകാശം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തെയും ദൈവം അങ്ങനെ പരിപാലിക്കുന്നവനായ കർത്താവാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുന്ന. യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വാസിക്കും, യെരുശലേം വിശുദ്ധമായിരിക്കും. ആ സമയത്ത് യെരുശലേം വിശുദ്ധമായിരിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വിശുദ്ധിയിൽ വസിക്കുന്നവനായ ദൈവം. അവനെ കാണുന്നവർ, അവനെ ആരാധിക്കുന്നവർ, അവൻ എഴുന്നള്ളുന്നതായ സ്ഥലം ഒക്കെ വിശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ യെരുശലേം വിശുദ്ധമായിരിക്കും എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അന്ന് ഉണങ്ങിയിരിക്കുന്നതായ സ്ഥലങ്ങളായിട്ട് അല്ല. അതിൽ അവിടെ പറയുന്നത്, അന്ന് കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. ഉണങ്ങി വരണ്ടതായ ദേശത്ത് ഫല സമൃദ്ധമായ തോടുകളും നദികളും ഉണ്ടാകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശെത്തീം താഴ്വരയെ നനയ്ക്കും. അപ്പോൾ യഹോവയുടെ ആലയത്തിൽ നിന്നും പുറപ്പെടുന്നതായ ഉറവ ശെത്തീം താഴ്വരയെ നനയ്ക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായിട്ടാണ് ഈ യെരുശലേം ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രവുമല്ല, അതിൻ്റെ ഒടുവിലത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിന് തലമുറയോളം നിവാസികളുണ്ടാകും. ഈ ലോകത്തിൽ നിന്നും ഇസ്രായേലിനെ മുടിച്ചു കളയുവാൻ, നീക്കിക്കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം പല രാജാക്കന്മാരും പല ലീഡേഴ്സും ശ്രമിച്ചുവെങ്കിൽ തന്നെയും ഇവിടെ ഈ സമയത്ത് ദൈവം പറയുകയാണ്. എന്താണ് പറയുന്നത്? യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിനും തലമുറയോളം നിവാസികളുണ്ടാകും എന്ന് പറഞ്ഞാൽ നിവാസികൾ അവിടെ ധാരാളമായിട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു യഥാസ്ഥാപനം കൊടുത്ത് ദൈവം വരെ മടക്കി വരുത്തും. ദൈവം അവരെ ആ ലാൻഡിലേക്ക് മടക്കി വരുത്തുന്നതുകൊണ്ട് അവരുടെ സ്ഥാനം അവർക്ക് തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. 21-ാമത്തെ വാക്യം പറയുമ്പോൾ, ഞാൻ പോക്കിയിട്ടല്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും, യഹോവ സിയോനിൽ വസിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അവരുടെ രക്തപാതകവും അവരുടെ സകലിതമായ ആ പാപങ്ങളെല്ലാം മാറ്റിയിട്ട് വിശുദ്ധന്മാരുടെ ഗണത്തിൽ അവരെ ചേർത്ത് അങ്ങനെ യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ദൈവം അവിടെ ഭരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കാണുന്നത്. സഹസ്രാബ്ദ വാഴ്ചയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിച്ചത് ഈ യോവേൽ പ്രവചനത്തിൻ്റെ പുസ്തകമാണല്ലോ. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കിയത്? ഒരു ചെറിയ പ്രവാചകൻ, ചെറിയ 3 അധ്യായങ്ങൾ ഉള്ളതായ ഈ പ്രവചന പുസ്തകത്തിൽ വളരെ വിലയേറിയ ആത്മീയ സത്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അന്നത്തെ കാലത്ത് ജനങ്ങളോട് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അവർക്ക് ഇനിയും ഒരു ഉദ്ധാരണത്തിൻ്റെ ദിവസങ്ങളുണ്ട് എന്നുള്ളതിന് സംഭവിക്കുന്നു. അതിനിടയിലുള്ളതായ നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ, മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ തുറന്നു തന്ന വചനങ്ങളാണ് ഈ യോവേൽ പ്രവചനത്തിൻ്റെ
പുസ്തകത്തിൽ കൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രോമിസാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ കർത്താവെ എന്നെയും അതിന് ഭാഗവാക്കാകണമേ. എൻ്റെ ഹൃദയത്തെ തന്നെ കീറി വിശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവ് സ്വാതന്ത്ര്യമായ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആത്മശക്തിയോടുകൂടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണ്. അതുമാത്രവുമല്ല, യഹോവയുടെ ദിവസം വളരെ ഭീകരമായിട്ടുള്ളതായ ശത്രുക്കളെ അല്ലെങ്കിൽ പാപികളെ, ദൈവത്തിൻ്റെ എതിരായി നിൽക്കുന്നവരെ ഒക്കെ ന്യായം വിധിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് ഈ ലോകത്തെ ഭരിക്കുന്നവരായിട്ട് യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ നാമം അന്ന് കാണുമെന്നുള്ളത് നമ്മളുടെ ഒരു പ്രത്യാശയെ പുതുക്കുന്നതിനുള്ളതായ വാക്കാണ്. ഈ വാക്കുകൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ആമോസിൻ്റെ പുസ്തകം പഠിച്ചു. ഈ ദൈവത്തിൻ്റെ പ്ലാനിൽ നമ്മളും ആയിരിക്കണം. ആരും ഇതിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് കാരണം ആകരുത്. അടുത്ത ആഴ്ച നമ്മൾ ആമോസിൻ്റെ പുസ്തകം പഠിക്കുന്നതായിരിക്കും. 45-ാമത്തെ ലെസണാണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നത്. ഈ പുസ്തകങ്ങളിൽ കൂടെയൊക്കെ ഓരോ മണിക്കൂർ സമയം നമ്മൾ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. പല സെഗ്മെൻറ്റുകളായിട്ട് 15-20 മിനിറ്റ് വീതം നിങ്ങൾ ലിസൺ ചെയ്താലും ഇത് കവർ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾക്ക് വേഗം ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ മണിക്കൂർ ആവറേജ് എടുത്ത് ഈ പുസ്തകം ഇങ്ങനെ ലെസണായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമ്മൾക്ക് ഈ വേദപുസ്തകത്തിൻ്റെ പുസ്തകങ്ങൾ കൂടെയുള്ളതായ ജേർണിയിൽ വീണ്ടും ഭാഗവാക്കാക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.